Hi everyone, this is Dr. Manjula. Today's topic of discussion is disorders affecting the respiratory system. So first we will start with asthma. Okay. So actually it is the inflammation of the airways when there is some kind of a trigger. Okay. നമ്മുടെ respiratory സിസ്റ്റത്തിൻ്റെ ഒരു inflammatory response ആണ് to some kind of a irritant. And ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, റിവേഴ്സിബിൾ ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു നോർമൽസി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ജനറ്റിക് കോസസ് ഉണ്ട്, എൻവയോൺമെന്റൽ കോസസ് ഉണ്ട്. ചിലപ്പോൾ സഡൻലി ടെമ്പറേച്ചർ അങ്ങ് താഴുന്നു, അതല്ലെങ്കിൽ പൊടിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ പ്രീഡിസ്പോസിങ് ആണ്. പിന്നെ ഓക്കുപേഷണൽ എക്സ്പോഷർ, തടി മില്ലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ല, അതുപോലെ പൊടിയുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്. പിന്നെ അലർജൻസ്, റെസ്പോൺസ് ടു അലർജൻസ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ പൂമ്പൊടിയൊക്കെ, പോളൻ ഗ്രെയിൻസ് ഒക്കെ അലർജൻ ആണ്, ഫെദർ അലർജിക് ആണ്. പിന്നെ സ്ട്രെസ് ഓൾസോ വിൽ precipitate asthma. So what happens is when the person is exposed to the stimuli, there is a mediator release and which will cause the bronchoconstriction. അപ്പം ഈ ട്രിഗറിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുകയും അത് ബ്രോങ്കോസ്പാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രോങ്കിയൽ എഡീമ ആൻഡ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ഒക്കേഴ്സ്. അപ്പൊ ഇതാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത്. ഇതുകൊണ്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചറിൽ നമുക്ക് നന്നായി മനസ്സിലാവും. ദർ ഇസ് മ്യൂക്കോസൽ എഡീമ ഈസ് ദർ. പിന്നെ ഒത്തിരി സെക്രീഷൻസ് വരും, അത് എയർവേനെ ഒബ്സ്ട്രക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈ മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതും ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും ദ പേഷ്യന്റ് വിൽ ഹാവ് ബ്രീതിങ് ഡിഫിക്കൽറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? ഒന്ന്, കോഫ്, ഭയങ്കര ചുമയും, ഡിസ്നിയ ആൻഡ് വീസിങ്. പിന്നെ ക്രാക്കിൾസ്, if there are secretions they will have crackles. And when you do the physical examination you can see that there is use of accessory muscles of respiration. പിന്നെ tachypnea and also they hyperventilate. In advanced cases ലാണെങ്കിൽ സൈനോസിസും decreased oxygen saturation കാണാം. So what is the diagnosis? How do you diagnose this? Using a peak flow meter and also a spirometer can be used. So how can you manage this disease? Provide the patient high Fowler's position. പിന്നെ ഓക്സിജൻ വേണം. Okay, and then you have to avoid the triggers. Avoiding the trigger factors like എന്താ പറയാ, ഈ ഡസ്റ്റ്, അലർജൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ബ്രോങ്കോ ഡൈലേഷൻ ചെയ്യണം. ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രോങ്കസിനെയൊക്കെ ഡൈലേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ ഗിവ് ബീറ്റ-2 adrenergic agonist. ബട്ട് ദിസ് ഹാസ് ടു ബി യൂസ് വെരി കെയർഫുള്ളി വിത്ത് കാർഡിയക് പേഷ്യൻസ്. കാരണം ഇത് ഹാർട്ട് റേറ്റ് കൂട്ടും, അരിത്മിയാസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഇത് എടുക്കുമ്പോൾ ട്രെമേഴ്സ്, കൈയും കാലുമൊക്കെ വിറയലും പാൽപിറ്റേഷനും ഒക്കെ വരാം ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ. Then the next group of drugs that we administer is anticholinergics. Anticholinergics, they prevent bronchoconstriction due to the effect of acetylcholine. Then comes corticosteroids. They are anti-inflammatory drugs which will help to reduce the edema. Then leukotriene modifiers, അതും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂക്കോട്രിൻസ് അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യും, ഇതിൻ്റെ റിലീസ് ബ്ലോക്ക് ചെയ്തിട്ട് so that the bronchoconstriction will not happen. Then immunomodulators, that also prevents the release of leukotrienes or the mediators. പിന്നെ ഇത് കൂടാതെ നമുക്ക് മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കാം വിച്ച് ഡെലിവേഴ്സ് മെഷേർഡ് ഡോസ് ഓഫ് ഡ്രഗ്. സോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗത്ത് റിൻസ് ചെയ്യണം നമ്മൾ ടു പ്രിവെന്റ് ഓറൽ കാൻഡിഡിയാസിസ്. ദെൻ കംസ് നെബുലൈസേഴ്സ്. നെബുലൈസേഴ്സ് നമുക്ക് നല്ല ഒരു
മെഡിസിൻ ഒക്കെ ഇട്ടിട്ട് അതിങ്ങനെ മിസ്റ്റിന്റെ ഫോമിൽ നെബുലൈസ് ചെയ്താണ് കൊടുക്കുന്നത്, വിച്ച് ക്യാൻ ബി ഇൻഹെയിൽഡ്. So these are the general management. Now there are some complications. എന്താണ് ഇത്? സ്റ്റാറ്റസ് ആസ്തമാറ്റിക്കസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എയർവേ ഒബ്സ്ട്രക്ഷൻ which will lead to hypoxemia. Continuous attacks of asthma, and it pushes the patient into hypoxemia. Then asthma properly treat ചെയ്തില്ലാന്നുണ്ടെങ്കിൽ it can result in respiratory failure. പിന്നെ ചില ആൾക്കാർക്ക് എന്താവെന്ന് പറഞ്ഞാൽ ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട്, അപ്പം സെക്രീഷൻസ് ധാരാളമായിട്ടുണ്ട്. അപ്പം ഈ സെക്രീഷൻസ് താഴേക്ക് പോയിട്ട് ഇറ്റ് ഗെറ്റ്സ് ബ്ലോക്ക്ഡ് ദെയർ, എന്നിട്ട് ലങ്ങിൽ ഇങ്ങനെ പൂൾ ചെയ്ത് അത് നല്ലൊരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയമാണ്. ഇറ്റ് ഗെറ്റ്സ് ഇൻഫെക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂമോണിയ. ഓക്കെ, നെക്സ്റ്റ് is COPD. COPD എന്ന് പറയുന്നതും ഇത് ആസ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. എയർവേ എല്ലാം ഇൻഫ്ലെയിംഡ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതാണ്. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു പൾമിനറി ഇൻസഫിഷ്യൻസി, പൾമിനറി ഹൈപ്പർടെൻഷൻ ആൻഡ് കോർ പൾമനേൽ. അപ്പൊ നമ്മുടെ ലങ്സിലുള്ള ബ്ലഡ് വെസൽസിലൊക്കെ മീൻസ് പൾമിനറി വെസൽസിലൊക്കെയും പ്രഷർ കൂടുതലായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അതുപോലെ കോർ പൾമനേൽ. ദീസ് ആർ ദ COPD ലീഡ്സ് ടു ദിസ് കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസ്. അപ്പൊ ഈ COPDയിൽ നമ്മൾ പറയുമ്പോൾ തന്നെ രണ്ട് ഡിസീസസ് ആണ് അതിനകത്ത്, എംഫൈസീമയും ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, സോ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്താണ്, എംഫൈസീമ എന്താണ് നമുക്ക് നോക്കാം. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് the patient should have chronic productive cough for 3 months in 2 successive years. സോ ക്രോണിക് ആയിട്ട് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം, അത് 2 സക്സസീവ് ഇയേഴ്സിൽ ഉണ്ടാവണം. ഈ വർഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിന് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുള്ളൂ. ഈ ആൾക്കാരിൽ വേറൊരു പേരും ഉണ്ട്, ബ്ലൂ ബ്ലോട്ടേഴ്സ് എന്ന് പറയും. Okay, so you can see the picture here which will help you to understand the difference. Blue blotters and emphysema ne nammal pink puffers nu parayum. There is permanent enlargement of the alveoli. So you look at this picture, you know, idana bronchitis, avade nammade airways okke ottiri mucus secretion okke ayi inflamed aayittu irikkunna larger airways. Smaller airways you can see there is peribronchial fibrosis, and so the larger airways and the small airways are affected. Here emphysema la namak nokkuanengil alveoli ingane dilate cheyidirikkua. There is a loss of elastic recoil, so the air gets just trapped inside the alveoli. Okay, appo ee chronic bronchitis ullavare nammal endukondu blue blotters ennu vilikkunnu? കാരണം അവര് ഓവർ വെയിറ്റ് ആയിരിക്കും, നല്ല തടിയന്മാരായിരിക്കും, പക്ഷെ there is cyanosis. അതുകൊണ്ടാണ് ബ്ലൂ ബ്ലോട്ടേഴ്സ്. ആൻഡ് ഇവരെ എംഫൈസീമ ഉള്ളവരെ പിങ്ക് പഫേഴ്സ് എന്ന് പറയുന്നത് they are thin and but they don't have cyanosis. Okay, now coming to the causes. The main causes of COPD is smoking, പിന്നെ എയർ പൊല്യൂഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ ഇറിറ്റൻസ് ഒക്കെ, പിന്നെ ഉള്ളത് alpha-1 antitrypsin deficiency ഉണ്ട്. How do you diagnose this COPD എന്ന് പറയുമ്പോൾ നമ്മൾ FEV1 FVC ratio should be less than, when it is less than 70%, we say it is COPD. Coming to the clinical features, dyspnea ഉണ്ട്, chronic cough ഉണ്ട്, പിന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്പ്യൂട്ടവും പ്രൊഡക്ഷൻ ഉണ്ട്, ഒത്തിരി സ്പ്യൂട്ടം പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഫിസിക്കലി എക്സാമിൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സി ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആൻറ്ററോ പോസ്റ്റീരിയർ ലാറ്ററൽ ഡയമീറ്റർ ഒന്ന് തന്നെയായിരിക്കും. ദെൻ പേഴ്സ്ഡ് ലിപ് ബ്രീതിങ്, ചെറിയ they try to do this so that some amount of positive pressure is applied to the airway and the alveoli remains open, and it prevents the air trapping inside the alveoli. Pursed lip breathing. In a paradoxical retraction of the intercostal spaces, especially during inspiration.
retraction of the lower intercostal spaces during inspiration, that is called as Hoover's sign. പിന്നെ ട്രൈപോഡ് പൊസിഷൻ, ഈ ഇരിക്കുന്നതാണ് ട്രൈപോഡ് പൊസിഷൻ എന്ന് പറയുന്നത്. Leaning forward with arms outstretched and weight supported on the palms and elbows.